സോ ഇതാണ് മോട്ടറോള എന്ന ബ്രാൻഡിൻ്റെ ലേറ്റസ്റ്റ് എഡ്ജ് 70 Pro. ഒരു കാര്യം എന്തായാലും എടുത്ത് പറഞ്ഞേ പറ്റൂ, നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്ലിം ഫോണാണ്. പ്രത്യേകിച്ചും ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ദാണ്ടില്ലേ കർവായി വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ഇൻ ഹാൻഡ് ഫീൽ ആണ് കിട്ടുന്നത്. വെറും 6.9 mm ആണ് തിക്നെസ്, 190 gram ആണ് വെയിറ്റ്. ചുറ്റുമുള്ളത് പോളികാർബണേറ്റ് ഫ്രെയിം ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നല്ല ലക്ഷറിയസ് ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തൊടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഫോൺ വരുന്ന 3 കളേഴ്സ് ഉണ്ടല്ലോ, ആ 3 കളേഴ്സിലും ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതാണ് പാൻറ്റോൺ ടൈറ്റൻ. ഇതിൽ ഫാബ്രിക് ഇൻസ്പയർഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാൻറ്റോൺ ടീ ഉണ്ട്, അതിൽ ഒരു സാറ്റിൻ ഫിനിഷ് ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഈ പാൻറ്റോൺ ലിലി വൈറ്റ്. എസിറ്റേറ്റ് അല്ലെങ്കിൽ മാർബിൾ പോലുള്ള ഒരു ഫിനിഷ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതുതരം ഫിനിഷ് ആണ് ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഫോണിന്റെ ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് മോട്ടറോള ഡിസൈനിലാണ് വരുന്നത്. പിന്നെ IP68 ആൻഡ് IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ മോട്ടറോള ഫോൺസിൽ വരുന്ന ഒരു മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഫോൺ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണ് പോയാലും സേഫ് ആയിരിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ഇവിടെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മോട്ടോ AI കീയും വരുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ലിം, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്റ്റൈലിഷ് ഡിസൈനിലാണ് വരുന്നത്. അൺബോക്സിംഗ് കാണിച്ചു തരാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. മോട്ടറോള വരാൻ പോകുന്ന FIFA വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ പാർട്ണർ ആയതുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. ഫോണിന്റെ ഫ്രണ്ടിൽ ക്വാഡ് കർവ്ഡ് എക്സ്ട്രീം ആമുലർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ദാറ്റ് ഈസ് നൈസ്. നെറ്റ്ഫ്ലിക്സിൽ അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നില്ല, പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും നല്ല ഷാർപ്പ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ചുറ്റുമുള്ള ബെസൽസ് നല്ല സ്ലിം ആയിട്ട് ഫീൽ ആവും. ഞാൻ ഈ ഒരു ഫോൺ ഔട്ട്ഡോർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. സ്മാർട്ട് വാട്ടർ ടച്ച് 3.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലോ ഇതിന്റെ ഡിസ്പ്ലേയിലോ വെള്ളം ഉണ്ടെങ്കിലും ടച്ച് ഒക്കെ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇഷ്യൂ ഒന്നുമില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് ഓഡിയോ ഔട്ട്പുട്ട് ഒക്കെ നൈസ് ആണ്. അവിടെയും ഇഷ്യൂ ഒന്നുമില്ല. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 8500 എക്സ്ട്രീം ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർഫുൾ ചിപ്സെറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആൻഡ് UFS 4.1 സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല പെർഫോമൻസ് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നോർമലി മോട്ടറോള ഫോൺസിൽ വരുന്ന അതിന്റെ ക്യാമറ UI വരുന്ന അല്ലെങ്കിൽ ക്യാമറ ആപ്പിൽ വരുന്ന ജിറ്റർ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ ഒന്നുമില്ല. സോ ഐ തിങ്ക് മോട്ടറോള ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. 8GB 256GB ആൻഡ് 12GB 256GB ആണ് രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസ്. ഏകദേശം 2.2 million AnTuTu സ്കോറും കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ് ഫോർ ദ പ്രൈസ്. പിന്നെ ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ BGMI ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി ഈ രണ്ട് ഗെയിംസിലും നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS വേണ്ടിയുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് ഗെയിംസിലും എനിക്ക് അങ്ങനെ ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഓക്കെ, നല്ല സ്മൂത്ത് ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ ഹീറ്റിങ്ങും ത്രോട്ടലിംഗ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനമൊക്കെ ഇതിൽ ഇട്ട് തന്നിട്ടുണ്ട്. 6500 mAh വലിയ ബാറ്ററിയാണ് ഇട്ട് തന്നിരിക്കുന്നത്. സോ ഈസിലി നമുക്ക് ഈ ഫോണിൽ ഏകദേശം 1.5 ആൻഡ് ഈവൻ നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ 2 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം തീർന്നു പോകും, രാത്രി ആകുമ്പോഴത്തേക്ക് ബാറ്ററി നിൽക്കും. ആ ഒരു പേടിയൊന്നും വേണ്ട. എന്തായാലും നെക്സ്റ്റ് ഡേ വരെ പോകുന്നുണ്ട്. എൻ്റെ ഒരു ഇനീഷ്യൽ യൂസിൽ 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ബോക്സിൽ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16 ബേസ് ആയിട്ടുള്ള ഹെല്ലോ UI ആണ് കൊടുത്തിരിക്കുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് മോട്ടറോള ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി മോട്ടറോള ഫോൺസിൽ വരുന്ന ഈ സംഭവങ്ങൾ, അതായത് ജെസ്റ്റേഴ്സ് ആണെങ്കിലും എഡ്ജ് ലൈറ്റിംഗ്, മോട്ടോ അൺപ്ലഗ്ഡ്, മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസ്, സ്മാർട്ട് കണക്ട്, ഈ പറയുന്ന എല്ലാ മോട്ടോ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടോറോളയുടെ സ്വന്തം മോട്ടോ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡെഡിക്കേറ്റഡ് മോട്ടോ AI കീ കൊടുത്തിട്ടുണ്ട്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ മോട്ടോ AI ഫീച്ചേഴ്സ്, അതായത് കോ പൈലറ്റ്, അപ്ഡേറ്റ് മീ, ഇമേജ് സ്റ്റുഡിയോ, പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ, ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ സർക്കിൾ ടു സെർച്ച് ആൻഡ് ഗൂഗിൾ ജെമിനിയും വരുന്നുണ്ട്. ബാക്കി കണക്ടിവിറ്റി ആണെങ്കിലും 5G സ്പീഡ്സ് ആണെങ്കിലും ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും അവിടെ ഞാൻ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. നോർമലി മോട്ടറോള ഫോൺസിൽ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നും വരാറില്ല. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. NFC-യുടെ ഫീച്ചർ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാം. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതും നല്ലതാണ്. അതിന് വേണ്ടിയുള്ള പ്രത്യേക മോട്ടറൊക്കെ ഇവിടെ ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ
ടൈപ്പ് ചെയ്യുമ്പോഴും ബാക്കി ഓവറോൾ ഇതിൻ്റെ UI ഈവൻ ക്യാമറ ആപ്ലിക്കേഷനിലും കിട്ടുന്ന ഹാപ്റ്റിക്സ് ഇസ് നൈസ്. 50 മെഗാ പിക്സൽ റെസൊല്യൂഷൻ ഉള്ള സോണി LYT 710 സെൻസർ ഉള്ള മെയിൻ ക്യാമറയാണ് തന്നിരിക്കുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടെ 50 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു 3-in-1 ലൈറ്റ് സെൻസറും വരുന്നുണ്ട്. അതിന്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ വൈറ്റ് ബാലൻസ് ഉണ്ടല്ലോ, വൈറ്റ് ബാലൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാൻ വേണ്ടി, കളേഴ്സ് നാച്ചുറൽ ആവാൻ വേണ്ടി, പ്ലസ് നൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഫ്ലിക്കറിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ 3-in-1 ലൈറ്റ് സെൻസർ വരുന്നത്. ആൻഡ് ഫോണിന്റെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറയും തന്നിട്ടുണ്ട്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതായത് അത്യാവശ്യം കളേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ മോട്ടോറോയുടെ ക്യാമറ പെർഫോമൻസിൽ ഈ 1, 2, 3 വർഷത്തിനുള്ളിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ട്, നാച്ചുറൽ സ്റ്റൈൽ ഉണ്ട് ആൻഡ് വിവിഡും ഉണ്ട്. ഞാൻ ഈ കാണുന്ന ഫോട്ടോസൊക്കെ നാച്ചുറൽ മോഡിലാണ് എടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിൽ 24mm, 35mm ആൻഡ് 50mm ഫോക്കൽ ലെങ്തിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറ വെച്ചാണ് ഈ പറയുന്ന പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും ഈവൻ അൾട്രാവൈഡ് ക്യാമറ ആണെങ്കിലും ഈ 3 വെച്ച് നമുക്ക് 4K 60 FPS സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയാണ്. അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. സ്കിൻ ടോൺ കാര്യങ്ങളാണെങ്കിലും ഈവൻ സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. അൾട്രാവൈഡ് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന കളേഴ്സ് ഒക്കെ നൈസ് ആണ്. ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും ഈ ഫോട്ടോ കണ്ടില്ല, ആ സ്കൈ ഒക്കെ അത്യാവശ്യം നല്ലോണം തന്നെ അൾട്രാവൈഡ് ക്യാമറ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് അൾട്രാവൈഡ് ക്യാമറയിൽ കിട്ടുന്നില്ല. എന്നാൽ ഈ അൾട്രാവൈഡ് ക്യാമറ മാക്രോ ഫോട്ടോഗ്രാഫി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലതാണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഡിഫറെന്റ് ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ട്രാവലിങ്ങിലൊക്കെ പോകുമ്പോൾ ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും നല്ല ഫ്രെയിമിങ്ങും ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാൻ പറ്റുക. സോ ബാക്കി എല്ലാവരുടെ ഫോട്ടോസ് അടിപൊളിയായിട്ട് വരും. ആ പറയുന്ന ആളുടെ ഫോട്ടോ ചിലപ്പോൾ ഭയങ്കര ശോകമായിരിക്കും. കാരണം ബാക്കി എല്ലാവർക്കും ഫ്രെയിമിംഗ് അത്രയും പിടിയില്ലല്ലോ. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്രെയിം മാച്ച് എന്നൊരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്രെയിം മാച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ ഒരു ഓവർലേ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മറ്റൊരാളെ ഏൽപ്പിച്ച് ആ ഫ്രെയിമിൽ ഇങ്ങനെ കയറി നിൽക്കാം. ഫോട്ടോ എടുക്കുന്ന ആൾ ആ ഒരു ഓവർലേ ഇപ്പോൾ എടുക്കുന്ന ഫ്രെയിമുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, കറക്റ്റ് ആ ഫ്രെയിം കിട്ടും. നൈസാണ്. ഹൊറൈസൺ ലോക്കിന്റെ ഫീച്ചറും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അറിയാലോ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെ തലയും കുത്തി നിർത്തിയാലും വീഡിയോ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും, ചില വീഡിയോസ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അതാണ് HDR വീഡിയോസ്. സോ അത്തരത്തിലുള്ള അൾട്രാ HDR വീഡിയോസ് നിങ്ങൾക്ക് ഈ ഫോണിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ നൈറ്റ് ഫോട്ടോസ് ഇവിടെ എടുത്ത് തരുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളർഫുൾ ബ്രൈറ്റ് നൈറ്റ് ഫോട്ടോസ് ആണ് എടുത്ത് തരുന്നത്. ഞാൻ ഡിഫറെന്റ് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ലോ ലൈറ്റ് നൈറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് നൈറ്റ് ഫോട്ടോസ് എടുത്ത് തരുന്ന ഫോണായിരിക്കും Moto H70 Pro. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ്, അതായത് 8GB 256GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 38,999 രൂപ. എന്നാൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് 2000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഈടാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 36,999 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതായിരുന്നു Motorola H70 Proയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. സോ ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. This is your friend Mr. Perfect Tech signing off. Bye bye.